ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 അക്കൗണ്ടൻസി സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മളെല്ലാവരും അക്കൗണ്ടിങ് എന്ന് ആദ്യമായിട്ടൊന്നല്ല കേൾക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ കുറേ തവണ നമ്മൾ അക്കൗണ്ടിങ് എന്നും അക്കൗണ്ടൻസി എന്നും അക്കൗണ്ടൻ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലും പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആസ് ഓൾഡ് ആസ് മണി ഇറ്റ് സെൽഫ്. എന്ന് വെച്ചാൽ പണം നമ്മുടെ ജീവിതത്തിൽ എന്ന് മുതലേ ഉണ്ടോ അന്ന് മുതലേ അക്കൗണ്ടിങ് ഉണ്ടെന്ന് തന്നെയാണ്. ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിലും അക്കൗണ്ട് കീപ്പിങ്ങിനെ കുറിച്ച് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിലെ അക്കൗണ്ടിങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു അക്കൗണ്ടിങ് ഉണ്ടല്ലോ, മോഡേൺ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അത് കൊണ്ടുവന്നിട്ടുള്ളത് ലൂക്ക പാസ്ച്യൂളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇറ്റാലിയൻകാരനാണ്. അദ്ദേഹം 1494 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇദ്ദേഹത്തിനെയാണ് നമ്മളെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് നമ്മുടെ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷനായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു ബേസായിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ലൂക്ക പാസിയോളി, അദ്ദേഹം ഒരു ഇറ്റാലിയൻകാരനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം 1494 ഒരു ബുക്ക് ഇറക്കി, ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അദ്ദേഹമാണ് മോഡേൺ അക്കൗണ്ടിങ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് ശേഷമാണ് നമ്മൾ ഡീപ്പായിട്ട് ചാപ്റ്ററിലേക്ക് പോകുന്നത്, അക്കൗണ്ടിങ് എന്താണെന്നൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് അക്കൗണ്ടിങ് എന്താണ് കൂടുതലായിട്ട് പഠിക്കാം. മീനിങ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് കേട്ടോ. ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്ന, ഒരു ഫൈനൽ ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രോസസ്സാണ്. ആ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, ഒരു അറിവായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്, അതായത് ഇൻഫർമേഷൻസ് തരുന്ന ഒരു സിസ്റ്റമാണ്. വിച്ച് റിസീവ്സ് ഡാറ്റ. എന്താണ്, നമുക്ക് ഡാറ്റ കിട്ടുന്നു. ഇൻപുട്ട്സ്, എന്താണ്, അത് ഇൻപുട്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടുന്നു, റിസീവ്സ് ഡാറ്റ. ഇൻപുട്ട് ഡാറ്റ എന്ന് വെച്ചാൽ ആ ഡാറ്റ നമ്മൾ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. പ്രോസസ് ദ സെയിം, ആ ഇൻപുട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്താണ്, പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡാറ്റ, ഇൻപുട്ട്, പ്രോസസ് ദ സെയിം, അത് പ്രോസസ്സും ചെയ്യുന്നു. ആൻഡ് ഗീവ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട്, എന്താണ്, പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നു, അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് തരുന്നു. ഇൻ ദ ഫോം ഓഫ് ഇൻഫർമേഷൻ. എന്ത് ഫോമിലാണ് ഔട്ട്പുട്ട് തരുന്നത്, ഏത് ഫോമിലുള്ള ഔട്ട്പുട്ടാണ്, ഇൻഫർമേഷൻ ഫോമിലുള്ള ഒരു ഔട്ട്പുട്ട് തരുന്നു. വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, നമുക്ക് ഡിസിഷൻസ് പല പല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിന് ഒരു സോ കോൾഡ് ഡെഫിനിഷൻ തന്നെ ഉണ്ട്. AICPA കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. AICPA എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അപ്പോൾ AICPA തരുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട്. എന്താണ്, അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട്. അക്കൗണ്ടിങ് ഒരു കലയാണെന്ന് പറയണേ. എന്തിൻ്റെയൊക്കെ കലയാണ്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്. എന്തിൻ്റെയൊക്കെ കലയാണ്, റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ, ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നു, അത് ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിക്കുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ഓരോരോ രൂപത്തിൽ ഓരോരോ ക്ലാസ്സിൻ്റെ അനുസരിച്ച്, ഓരോരോ സെക്ഷൻസിൻ്റെ അനുസരിച്ച് ഓരോരോ ക്ലാസ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നു. ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ. എന്ത് മാനറിലാണ്, ഒരു പ്രത്യേക തരം മാനറിൽ എന്ത് ചെയ്യുന്നു, ക്ലാസിഫയിങ്ങും സമ്മറൈസിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു കലയാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. എന്തിൻ്റെ ടേംസിലാണ്, എന്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ, പൈസയുടെ രൂപത്തിൽ, മണീൻ്റെ രൂപത്തിൽ. എന്തിനൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്. എന്തിനൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസിനെ, ഇവൻറ്റ്സിനെയാണ്. നമുക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ, എന്താണ്, ഇവൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസയുടെ രൂപത്തിൽ ഒരു പ്രത്യേക മാനറിൽ സമ്മറൈസ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടാണ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഇനി ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും എങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് ആവണം, വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. എന്താണ്, ആ ട്രാൻസാക്ഷൻസിന് ഇവൻറ്റ്സിന് ഒരു കാര്യം കൂടെ വേണം, എന്താണ്,
അത് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളവരായിരിക്കണം. അതായത് ഒരു സാമ്പത്തിക എന്നുള്ള സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും ഇവൻസും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്, എന്താണ് അതിൻ്റെ മുകളിലുള്ള റിസൾട്ട് എന്ത് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യും കൂടെ വേണം. ആ ഒരു റിസൾട്ട് അത് കാണിക്കും കൂടെ വേണം. അതിൻ്റെ ഫൈനലായിട്ട് ഔട്ട്പുട്ട് അത് തരും കൂടെ വേണം. ഇതാണ് നമുക്ക് AICPA തരുന്ന ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഇത് തീർച്ചയായിട്ടും പഠിക്കണം. നമുക്ക് എത്ര ഹയർ സ്റ്റഡീസിനൊക്കെ പോയാലും നമുക്ക് അക്കൗണ്ടൻസി എന്നൊരു കോഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്നൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കവിടെ പഠിക്കാനും നല്ല, നമുക്ക് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ക്ലാസിഫയിങ്ങും റെക്കോർഡിങ്ങും സമ്മറൈസിങ്ങും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടും, ആ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ഇൻ ദറ്റ് ഇൻഫർമേഷൻ. എന്താണ്, ആ ഇൻഫർമേഷൻ ആവശ്യമുള്ളവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റും കൂടെ ചെയ്യും. ഇത്രയും കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കുക. ഈ മീനിങ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഡെഫിനിഷൻ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഈ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു, ക്ലാസിഫയിങ് എന്ന് പറഞ്ഞു, പിന്നെ സമ്മറൈസിങ് എന്ന് പറഞ്ഞു, ട്രാൻസാക്ഷൻസും ഇവൻസും ആണെന്ന് നമ്മൾ പറഞ്ഞു, ആൻഡ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഇൻ്റർപ്രറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് ആ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇൻട്രസ്റ്റഡ് പേഴ്സൺസിനെന്ന്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വേർഡ്സൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എന്തും പറയാൻ പറ്റും, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങും പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്? 6 കാര്യങ്ങളാണുള്ളത്. 1 റെക്കോർഡിങ്, 2 ക്ലാസിഫയിങ്, 3 സമ്മറൈസിങ്, 4 ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, 5 അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ്, 6 കമ്മ്യൂണിക്കേറ്റ്സ്. ഈ 6 എണ്ണം നമുക്ക് നമ്മളെ എന്ത് പഠിച്ചാൽ കിട്ടും, മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് പഠിച്ചാലും നമ്മുടെ ഡെഫിനിഷൻ പഠിച്ചാലും കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പല പല പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. നമുക്കൊരു ഇവൻ്റ് വരുന്നു. ആ ഇവൻ്റ് എന്തായിരിക്കണം, ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതാണെന്ന് പറഞ്ഞു. അതാണ് എക്കണോമിക് ഇവൻറ്റ്സ്. അത് വരുന്നു, അക്കൗണ്ടിങ് പ്രോസസ്സിലേക്ക് പോകുന്നു. അതിന് നമ്മൾ നേരെ അക്കൗണ്ടിങ് പ്രോസസ്സിലേക്ക് പോകുന്നു. നമ്മൾ പറഞ്ഞു റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസ് അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്കെന്തോ ഔട്ട്പുട്ട് കിട്ടുന്നു. പിന്നെ അടുത്ത പോകുന്നതിലേക്കാണ് കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എന്ത് ഫോമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഫർമേഷൻ്റെ ഫോമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായിരുന്നു, എക്കണോമിക് ഇവൻ്റ് വരുന്നു, അത് അക്കൗണ്ടിങ് പ്രോസസ്സിലേക്ക് പോകുന്നു. ആ അക്കൗണ്ടിങ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിതൊക്കെ ഈ ഇൻഫർമേഷൻ എന്തിനാന്ന് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിഷൻസ് എടുക്കാൻ. അപ്പോൾ എന്താണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു. ആരൊക്കെ എടുക്കുന്നത്, ചിലപ്പം ഉള്ളിലുള്ള ആളുകളായിരിക്കാം, നമ്മൾ പുറത്തുള്ള ഓർഗനൈസേഷൻസിൻ്റെ പുറത്തുള്ള ആളുകളായിരിക്കാം, ഉള്ളിലുള്ള ആളുകളായിരിക്കാം. അതാണ് എക്സ്റ്റേണൽ, ഇന്റേണൽ യൂസേഴ്സ്. അവരുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആക്ഷൻ കാണിക്കുന്നു. അത് പിന്നെ ഒരു ട്രാൻസാക്ഷനായി മാറാണ് ചെയ്യുന്നത്. അത് ഡിസിഷൻ എടുത്തിട്ട് അവർ പിന്നെ അതിന് ആ ഡിസിഷൻ്റെ ബേസിസിൽ ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ വീണ്ടും എന്താകുന്നു, ഒരു ഇവൻ്റ് ആവുന്നു. പിന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. AICPAൻ്റെ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചല്ലോ. ആ ഡെഫിനിഷനിൽ നമ്മൾ കുറേ ഫങ്ഷൻസ് പറയുന്നുണ്ട്. റെക്കോർഡിങ്, ക്ലാസിഫൈ അങ്ങനെയുള്ള ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഈ ഫങ്ഷൻസ് നമുക്ക് നമ്മുടെ എക്കണോമിക് എൻറ്റിറ്റി, നമ്മുടെ എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ തരുന്നുണ്ട്. അതായത് നമ്മളൊരു എൻറ്റിറ്റീൻ്റെ എന്താണ്, നമുക്ക് ഫിനാൻഷ്യൽ രൂപത്തിലുള്ള എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസും അത് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ നമ്മുടെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയൊക്കെയാണ് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അതും നമുക്ക് ഡെഫിനിഷൻസ് നിന്ന് കിട്ടും. അത് 4 എണ്ണാണുള്ളത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. 1 എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് എന്നല്ലേ. എന്താണ്, ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ട്രാൻസാക്ഷൻ ഇവൻറ്റ്സിനെയാണ് നമ്മൾ എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, 4 എണ്ണത്തിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതും നമ്മളവിടെ പറയുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നമ്മളെങ്ങനെയാണോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതെങ്ങനെയാണെന്നുള്ള നമ്മൾ മണീൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യുന്നു. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ എസെൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 2 അപ്പോൾ ഫസ്റ്റത്തെ എക്കണോമിക് ഇവൻ്റ്, രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
മൂന്നാമത്തത് ഓർഗനൈസേഷൻ. നാലാമത്തത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ് നമ്മൾ പറഞ്ഞു, ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഓരോ പേഴ്സൺസിന് കൈമാറും അല്ലേ, അവർക്ക് യൂസ്ഫുൾ ആവും, പല ആളുകൾക്ക് ഡിസിഷൻ എടുക്കാൻ യൂസ്ഫുൾ ആവും. അതായത് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് അത് ആവശ്യമുള്ള ആളുകൾ ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഡിസിഷൻസ് എടുക്കും. അതാണ് നാലാമത്തത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. നമ്മൾ ഈ എക്സാമിനൊക്കെ ഇപ്പോൾ ഈ ഒരു 4 എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ വേണം എഴുതാൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ 4 പോയിന്റ്സ് ആദ്യം എഴുതി വയ്ക്കുന്നു, 1, 2, 3, 4 പറഞ്ഞിട്ട്. എന്നിട്ട് അതിൽ ഓരോ പോയിന്റ് എടുക്കുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ, അങ്ങനെ എഴുതണം. അത് നമുക്ക് കുറച്ചും കൂടി ഈസിയറായിട്ട് മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് എക്കണോമിക് ഇവൻറ്റ്സ്. ഈ എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഹാപ്പൻ ചെയ്യുന്ന ഓരോ ഇവൻറ്റ്സ് ആണ്, ബിസിനസ് എൻറ്റിറ്റിയിൽ നടക്കുന്ന ഓരോരോ ഇവൻറ്റ്സ് ആണ്. അതെന്തായിരിക്കാം, ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ആയിരിക്കാം, ഇൻറ്റേർണൽ ആയിരിക്കാം. ഒന്നെങ്കിൽ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതാകാം, പുറത്ത് നടക്കുന്നതായിരിക്കാം. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്ത് നടക്കുന്നത്, ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം, ഇൻറ്റേർണൽ ആയിരിക്കാം. അപ്പോൾ എക്കണോമിക് ഇവൻറ്റ് ക്യാൻ ബി എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ഇവൻറ്റ്? ആൻ എക്സ്റ്റേണൽ ഇവൻറ്റ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റീസ്. എന്ന് വെച്ചാൽ 2 അതിൽ കൂടുതലോ എൻറ്റിറ്റികൾ തമ്മിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള കാര്യം ട്രാൻസ്ഫർ കൈമാറുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മളെന്ത് എക്സ്റ്റേണൽ ഇവൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി കുറച്ച് എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ഏതൊക്കെയൊക്കെ നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ്. 1, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ സപ്ലയർ. അതായത് സപ്ലയർ കമ്പനി അല്ലെങ്കിൽ സപ്ലയർ എൻറ്റിറ്റി ഉണ്ടാവും. നമുക്ക് സപ്ലൈ ചെയ്യുന്ന വേറൊരു ബിസിനസ് ഉണ്ടായിരിക്കും, അവരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി പർച്ചേസ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലയർ, അത് പുറത്തുനിന്നുള്ള ഒരാളെന്നല്ല വാങ്ങിക്കുന്നത്, പുറത്തുനിന്നുള്ള ഒരു എൻറ്റിറ്റീൻ്റെ കയ്യിൽ നിന്നല്ല മേടിക്കുന്നത്, അതുകൊണ്ട് എക്സ്റ്റേണലാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ടു എ കസ്റ്റമറിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുക. അത് പുറത്തുള്ള ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഒരാളാണ്, അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്സ് സെയിൽ ചെയ്യുക. അപ്പോൾ അതും എക്സ്റ്റേണലാണ്. മൂന്നാമത്തത് റെസീപ്റ്റ് ഓഫ് ഇൻകം ബൈ വേ ഓഫ് കമ്മീഷൻ. നമുക്കെന്താണ്, കമ്മീഷനായിട്ട് ഒരു ഇൻകം കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്നല്ല നമുക്ക് റിസീവ് ചെയ്യുക, പുറത്തുനിന്ന് റിസീവ് ചെയ്യുമ്പോൾ അതും എക്സ്റ്റേണൽ ഇവൻ്റ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇവൻ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി ഇൻറ്റേർണൽ ഇവൻ്റ് നോക്കാം. ഇൻറ്റേർണൽ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഇൻറ്റേർണൽ ഇവൻ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ടേക്സ് പ്ലേസ് എൻറ്റയർലി വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന എക്കണോമിക് ഇവൻറ്റ്സിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഇവൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇഷ്യൂ റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോർ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ സ്റ്റോർസ് ഉണ്ടാവും, റോ മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്ന, അത് പ്രൊഡക്ഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ രണ്ടും നടക്കുന്നത് എന്താണ്, 2 സ്ഥലങ്ങളുള്ളത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 2 പേരും തമ്മിലുള്ള കൈമാറ്റങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന റോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഇവൻ്റ് ആണ്. രണ്ടാമത്തത് സപ്ലൈ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ടു ഓഫീസിലേക്ക് എന്താണ് സ്റ്റേഷനറി ഐറ്റംസ് കൊടുക്കുക. അപ്പോൾ അതും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ അതും ഇൻറ്റേർണൽ ഇവൻ്റ് ആണ്. മൂന്നാമത്തത് റിട്ടേൺ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയെന്ന്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റോറിലേക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കുക, റോ മെറ്റീരിയൽ റിട്ടേൺ ചെയ്യും. അതും ഇൻറ്റേർണലായിട്ട് നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഇൻറ്റേർണൽ ഇവൻ്റ് ആണ്. അടുത്തത് നാലാമത്തത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ഓഫ് എംപ്ലോയിക്ക് വേജ് കൊടുക്കുക. അതും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ അതും ഇൻറ്റേർണൽ ഇവൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള എക്കണോമിക് ഇവൻ്റ് എന്താണെന്ന് പഠിച്ചു. എക്കണോമിക് ഇവൻ്റ് 2 തരത്തിലുണ്ട്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ, അതെന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ 4 പോയിൻറ്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ് ഓർ ഐഡൻറ്റിഫൈങ് ഇവൻറ്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ബിസിനസ്സിൽ ഏതൊക്കെ ഇവൻറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസസ് ഒബ്സർവിങ് ആൻഡ് സെലക്ടിങ് ദോസ് ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് വിച്ച് ഫോം ദ എവിഡൻസ് ഓഫ് സച്ച് ആക്ടിവിറ്റീസ്. Thus, the value of workforce or change in managerial policies, extras are not recorded in the financial accounts even though they are important to business.
അതായത് നമ്മൾ ഏതൊക്കെ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ബേസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ മാനേജറിയൽ പോളിസീസോ, അതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് അതാണ്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെ റെക്കോർഡ് ചെയ്യണം ഏതൊക്കെ റെക്കോർഡ് ചെയ്യണ്ട എന്നുള്ളത്. However, when a company makes a cash purchase or sale, it is recorded in the books of accounts. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജറിയൽ പോളിസീസും വർക്ക് ഫോഴ്സിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമ്പനി ഒരു ക്യാഷ് പർച്ചേസോ സെയിലോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏതൊക്കെ റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യേണ്ടെന്ന് നോക്കേണ്ടതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത്. അപ്പോൾ അതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മെഷർമെൻറ്റ്. ഇറ്റ് മീൻസ് quantification of business transactions by expressing in terms of monetary units. എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ മോണിറ്ററി യൂണിറ്റിൽ നമ്മൾ എന്താ ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യാണ് മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പൈസയുടെ രൂപത്തിൽ, രൂപയോ പൈസയുടെ രൂപത്തിലോ നമ്മൾ നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ക്വാണ്ടിഫൈ ചെയ്യുക, അതിനെ കണക്കാക്കുക. If an event cannot be monetarily expressed, it is not considered for recording in financial accounts. അതായത് ഒരു ഇവൻ്റ് നമുക്ക് പൈസയുടെ രൂപത്തിൽ നമുക്ക് മോണിറ്ററിലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിങ് ഡയറക്ടർ. അതായത് നമ്മൾ മാനേജിങ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൈസയുടെ രൂപത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സൈനിങ് ഓഫ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുക, ആ ഒരു പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു ഇവൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മോണിറ്ററി വാല്യൂവിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എക്സ്ട്രാസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മോണിറ്ററിലി എക്സ്പ്രസ്ഡ് അല്ല. അടുത്തത് റെക്കോർഡിംഗ്. After identification and measurement of economic events, they are recorded in financial books in a chronological order and systematic manner. നമ്മൾ ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇവൻറ്റിന് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഡേറ്റ് ബൈ ഡേറ്റിൽ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യും. അതാണ് റെക്കോർഡിംഗ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ. ആഫ്റ്റർ ബീയിങ് ക്ലാസിഫൈഡ്, മെഷേർഡ് ആൻഡ് റെക്കോർഡഡ്, the accounting information has to be communicated in a proper form to management and to other internal and external users. അതായത് നമ്മളിപ്പോൾ ഈ ക്ലാസിഫിക്കേഷനും മെഷർമെൻറ്റും റെക്കോർഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റിനും പിന്നെ അതർ യൂസേഴ്സ്, ആ യൂസേഴ്സ് ഇൻറ്റേർണൽ ആവും എക്സ്റ്റേണൽ ആയിരിക്കാം, അവരുമായിട്ടത് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഡൺ ത്രൂ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. ഇത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നത് നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വഴിയാണ്. ദ മോസ്റ്റ് കോമൺ റിപ്പോർട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നോർമലി നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ആ ഒരു ഫോമിലാണ്, അതാണ് ആ ഒരു അക്കൗണ്ട് റിപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് നോർമലി കോമൺ ആയിട്ട്. അടുത്തത് ഓർഗനൈസേഷൻ, മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് മീൻസ് ആൻ ആക്ടിവിറ്റി വിച്ച് സ്റ്റാൻഡ്സ് ഫോർ പെർഫോമിങ് ബിസിനസ് ആക്ടിവിറ്റീസ് എയ്തർ ഫോർ പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് മോട്ടീവ്. അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റിന് അല്ലാതെയോ വേണ്ടിയിട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി അണ്ടർടേക്കൺ ബൈ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മുടെ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് നമുക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് എന്തായാലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും, നമുക്ക് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അപ്പോൾ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള ഒരു രീതി ആയിരിക്കാം, അതായത് അങ്ങനെ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പനി ആയിരിക്കാം. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നമുക്ക്
നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, കമ്പനി ആവാം. ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഈസ് ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ദ ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ്, ദാറ്റ് ഈസ് internal users. However, there are large number of persons or groups such as creditors, prospective investors, government, researchers, extras, that is എന്താണ് external users, who are also interested in the accounting information. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി ഇമ്പോർട്ടൻസ്, അതായത് പ്രാഥമിക ഇമ്പോർട്ടൻസ് ഓണേഴ്സിനും മാനേജേഴ്സിനും, അതായത് ഓണേഴ്സും മാനേജേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യൂസേഴ്സാണ്. അവർക്കാണെങ്കിൽ പോലും കുറേയധികം വേറെ ആളുകളുണ്ട്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ്, റിസർച്ചേഴ്സ്, ഇവരൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. ഇവർക്കും എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺസിനെ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിലൊന്നാണ് ഓണേഴ്സ്. ഈ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ നോക്കാം. അതായത് പ്രൊപ്പറൈറ്റർ ഇൻ എ സോൾ ട്രേഡിംഗ് കൺസേൺ, അതായത് സോൾ ട്രേഡിംഗ് കൺസേണിലെ ഓണർ എന്ന് പറയുന്നത് പ്രൊപ്പറൈറ്റർ ആയിരിക്കും. പാർട്ട്നേഴ്സ് ഇൻ എ ഫേം, അതായത് ഫേമിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും അവിടുത്തെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ആ ഓണർ എന്ന് പറയുന്നതായിരിക്കും ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ആർ ദ ഓണേഴ്സ്, അതാണ് അവരാണ് ഇതിൽ ഓരോന്നിലെയും ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾ ട്രേഡിംഗ് കൺസേണിലെ ഓണർ എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർ, ഫേമിലെ ഓണർ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്. Profitability, financial soundness, extras are matters of prime importance to owners who have invested their money in the business. Such are collected from the published accounts. എന്ന് വെച്ചാൽ നമ്മുടെ ഓണേഴ്സിൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സൊക്കെയാണ്. കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, എത്ര ഫിനാൻഷ്യൽ സൗണ്ട് ഉണ്ട്, ക്യാപ്പബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യലി എത്ര ക്യാപ്പബിലിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പബ്ലിഷ്ഡ് അക്കൗണ്ട്സിൽ നിന്നാണ്. രണ്ടാമത്തത് മാനേജ്മെൻറ്റ്. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ദർ ഈസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളിൽ, അതായത് കമ്പനീസിൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും വേറെ തന്നെയാണ്, അത് സെപ്പറേറ്റ് ആണെന്നാണ് പറയുന്നത്. In most cases, the shareholders are mere suppliers of capital and the management is entrusted with professional managers. അതായത് മോസ്റ്റ് കേസസിലും, അധികം കേസുകളിലും ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാനേജേഴ്സിൽ എന്തായിരിക്കും, അവരുടെ കഴിവിനനുസരിച്ചായിരിക്കും ഉണ്ടാവാം. The accounting information greatly helps them to know about what has happened and what should be done to improve the profitability and financial state of affairs in the years to come. അതായത് ഈ ഒരു നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഇവരെ സഹായിക്കുകയാണ്. ഇവരെ ഇനിയുള്ള ഇയേഴ്സിൽ എങ്ങനെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാനേജ്മെൻറ്റിനെ, കാരണം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മാനേജ്മെൻ്റ് ആണല്ലോ. അപ്പോൾ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഇവർ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഹെൽപ്പ് ചെയ്യും അടുത്ത വർഷങ്ങളിൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. കാരണം മാനേജ്മെൻറ്റും ഓണർഷിപ്പും വേറെ തന്നെയാണ് കമ്പനികളിൽ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഓണേഴ്സ് അവർ ചിലപ്പോൾ ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവരുന്നുണ്ടാവുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന മാനേജ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അടുത്ത വർഷങ്ങളിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണെന്നാണ് പറയുന്നത്. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ബൈ മാനേജേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പല ലെവലുകളുണ്ട്, ടോപ്പ്, മിഡിൽ, ലോവർ, പല ലെവൽസ് ഉണ്ട്. അങ്ങനെ ഓരോ ലെവലിലും എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് മനസ്സിലാക്കാൻ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മാനേജേഴ്സിനെ വളരെയധികം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സ്.
person who is thinking of investing in a business will like to know about its profitability and financial position. അതായത് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ അവർ എന്താ വെച്ചാൽ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ്, അതിന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അതായത് പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്നൊക്കെ അറിയാൻ അവർ ആഗ്രഹിക്കും. അതാണ് അത് പറയുന്നത്. ഈ സ്റ്റഡി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഹെൽപ്പ് ഹിം ഇൻ ദിസ് മാറ്റർ. ഈ കാര്യങ്ങളിൽ അങ്ങനെ ഈ ഒരു പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കമ്പനീൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്ത ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആരാ നോക്കാം. നാലാമത്തത് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. They lend money or materials to business. They are also interested in financial statements because they help them in ascertaining whether the concern has sufficient solvency and liquidity in settle the claims in time. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ക്രെഡിറ്റേഴ്സ് ബാങ്കേഴ്സ് ഒന്നെങ്കിൽ ഇവർക്ക് മെറ്റീരിയൽസ് കൊടുക്കുക. ക്രെഡിറ്റേഴ്സ് എപ്പോഴും മെറ്റീരിയൽസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ബാങ്കേഴ്സ് മണി ലെൻഡ് ചെയ്തത് പൈസ കടത്തിന് കൊടുക്കും. അപ്പോൾ ഇവരും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാവും. എങ്ങനെ? അതായത് ഇവർക്ക് ഈ കൊടുത്ത കാര്യങ്ങൾ തിരിച്ച് കിട്ടാനുള്ള സോൾവൻസി, അതായത് തരാനുള്ള കഴിവ്, ലിക്വിഡിറ്റി പൊസിഷന് കമ്പനിക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ എന്താണ്, ഒരു ബാങ്ക് ഒരു കടം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ തിരിച്ചതിൻ്റെ പൈസ തരാനുള്ള കഴിവ് കമ്പനിക്കുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ക്രെഡിറ്റേഴ്സിനും ബാങ്കേഴ്സിനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ യൂസറായിട്ട് വരുന്നത് എംപ്ലോയീസ് ആണ്. The employees are interested in financial statements because of various profit sharing and bonus scheme. Their interests may further increase in case they purchase shares of the company in which they are working. എന്ന് വെച്ചാൽ ഈ എംപ്ലോയീസും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരനായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോഫിറ്റ് ഷെയറിങ്ങും ബോണസിൻ്റെ സ്കീമൊക്കെ എംപ്ലോയീസിനുണ്ടാവും. അപ്പോൾ ഇവരും കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഇവർക്കും പ്രോഫിറ്റ് ഷെയറിങ് ഉണ്ടാവും, ബോണസുകൾ ഉണ്ടാവും. അപ്പോൾ കമ്പനീൻ്റെ പ്രോഫിറ്റിലാണോ പോകുന്നതെന്നൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയാണ് അറിയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എംപ്ലോയീസും എന്താണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ചില എംപ്ലോയീസിന് കമ്പനീൻ്റെ സ്റ്റോക്ക് മേടിക്കാൻ, ഷെയർ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരങ്ങനെ ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ അവർ ആ കമ്പനീൻ്റെ ഒരു ഭാഗമാവുന്നു. അപ്പോൾ കമ്പനീൻ്റെ ഭാഗമാവുന്നതുകൊണ്ട് തന്നെ അവർ കമ്പനീൻ്റെ വളർച്ചയിലും കാര്യങ്ങളിലും എല്ലാം അവർ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ കമ്പനി എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവരെയും ഹെൽപ്പ് ചെയ്യും എന്നാണ്, അവർക്കും ആവശ്യമുള്ള കാര്യം എന്നാണ് പറയുന്നത്. ആറാമത്തത് ഗവൺമെൻറ്. The government is interested in the financial statements on account of taxation, labor, corporate laws. Sometimes the government through its officials examine accounting records of business. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റും ഇൻട്രസ്റ്റഡ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന്. എന്തുകൊണ്ടാണ്? കാരണം ടാക്സേഷൻസ് ഒക്കെ വരും, ടാക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറേ ലീഗലായിട്ടുള്ള കാര്യങ്ങളും കോർപ്പറേറ്റ് ലോസും ഒക്കെ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഗവൺമെൻറ്റും ഈ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചില സമയങ്ങളിൽ കമ്പനീൻ്റെ റെക്കോർഡ്സ് ഉണ്ടാവും, അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അത് ഗവൺമെൻറ് അവരുടെ ഒഫീഷ്യൽസിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, എക്സാമിനും ചെയ്യും. ഏഴാമത്തത് കസ്റ്റമേഴ്സ്. Customers use accounting information to decide upon the firm's ability to service the product, comply with the warranties, to meet agreements. അതായത് കസ്റ്റമേഴ്സും ഇത് ഇൻട്രസ്റ്റഡ് ആണ്. അതായത് ഫേമിന് അവരെ പ്രൊഡക്റ്റിൻ്റെ സർവീസ് തരാൻ ലൈബിലിറ്റി ഉണ്ടോ, വാറണ്ടീസായി കംപ്ലൈ ചെയ്യാൻ ലൈബിലിറ്റി ഉണ്ടോ, അതുപോലെ എഗ്രിമെൻറ്റ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. എട്ടാമത്തെ യൂസേഴ്സായിട്ട് വരുന്നത് സെക്യൂരിറ്റി അനലിസ്റ്റ് and advisors. They make use of accounting information to study and interpret the details on the firm's ability to generate income and enhance the value of shares held by the shareholders. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ മുകളിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യാനും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഫേമിൻ്റെ എബിലിറ്റി മനസ്സിലാക്കാൻ അതിൻ്റെ പഠനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ബേസ്ഡ് ഓൺ സച്ച് ഇൻഫർമേഷൻ ദേ അഡ്വൈസ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇതിൻ്റെ ബേസിസിൽ അവർ സ്റ്റഡി നടത്തിയതിൻ്റെ ബേസിസിൽ, അതായത് ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് അവർ സ്റ്റഡി നടത്തിയതിൻ്റെ ബേസിസിൽ അവർ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള യൂസർ എന്ന് പറയുന്നത് റിസർച്ചേഴ്സാണ്. റിസർച്ച് സ്കോളേഴ്സ് ആർ മേക്ക് യൂസ് ഓഫ് the information gathered from financial statements of a business concern for their research study purpose. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർച്ചേഴ്സ് ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ, അതായത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു റിസർച്ച് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഇത്രയാണ് ഈ 9 യൂസേഴ്സാണ് നമുക്ക് യൂസേഴ്സിൻ്റെ നാട്ടിൽ പഠിക്കാനുള്ളത്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അണ്ടറിൽ പഠിക്കാനുള്ളത്.